നമസ്കാരം, ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി, നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, ആദ്യം നിങ്ങളുടെ കറണ്ട് എനർജി നോക്കാം. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തുടർന്ന് കാണാവുന്നതാണ്. ഓക്കെ, സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നു. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ടത്ര മൂല്യം ലഭിക്കാത്തതിൽ നിങ്ങൾ നിരാശയിലും മാനസികമായിട്ടുള്ള ഒരു സങ്കടത്തിലും കൂടി കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, കുടുംബാംഗങ്ങളിൽ ഒന്നുകിൽ കൂടുതൽ എക്സ്പെൻസ്, സാമ്പത്തികമായിട്ടുള്ള എക്സ്പെൻസോ മറ്റോ കാര്യങ്ങളോ നടക്കുന്നതായി കാണുന്നുണ്ട്. ഒരുപക്ഷെ അത് ആഘോഷത്തിനായിരിക്കാം, ഹെൽത്ത് പരമായിട്ടുള്ളതോ അല്ലെങ്കിൽ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സ്പെൻസിലൂടെ കടന്നു പോകുന്നു. അതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ വല്ലാണ്ട് അലട്ടുന്നതായി കാണുന്നുണ്ട്. ദ ഹയറോഫന്റിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ചില വ്യക്തികളെ സമീപിക്കുന്നതായി കാണുന്നു. അതൊരു പക്ഷേ ഒരു വക്കീലിനെ ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആസ്ട്രോളജിസ്റ്റിനെ ആകാം, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില വ്യക്തികളിൽ നിന്നും ഗൈഡൻസ് എടുക്കുന്നു. അത് ഡോക്ടറാകാം, അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളാകാം. അറിവുള്ള ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ അറിവ് സമ്പാദിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്നും നിങ്ങൾ ചില ഗൈഡൻസ് എടുക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് കാണുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായിട്ടുള്ള വ്യക്തിയുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് സാമ്പത്തിക നഷ്ടത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവർക്ക് ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുന്ന ഒരു ഡാർക്ക് എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇപ്പോൾ അവരുടെ ഇമോഷനെ ഒന്നും നിങ്ങളോടോ അല്ലെങ്കിൽ സമൂഹത്തിനോടോ പ്രകടമാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അന്ധകാരവും വേദനകളും അവർ ഹൈഡ് ചെയ്തു വെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പുറമേ അവർ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. പുറമേ അവരെപ്പോഴും നല്ല ഊർജ്ജസ്വലരായി തന്റെ ജീവിതത്തിൽ എല്ലാം സക്സസും കാണിക്കുന്നു എന്ന് അവർ ഹാപ്പിനെസ്സിനെ ഉയർത്തി കാണിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒന്നുകിൽ അവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് ചില സ്ഥലത്ത് നിന്നും ചില വ്യക്തികളിൽ നിന്നും ഒക്കെ ഇറങ്ങി പോകേണ്ടി വന്നിരിക്കുന്നു. പക്ഷെ പുറമേ അവരതൊന്നും കാണിക്കുന്നില്ല. അവർ നല്ല ജീവിതത്തിന്റെ പുതിയ തുടക്കങ്ങളെയും സന്തോഷങ്ങളെയുമാണ് അവർ പ്രകടമാക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. പ്രപഞ്ചശക്തി നൽകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തികം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, നീതിപരമായിട്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. കേസ് വഴക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നു, കൂടുതൽ നോളജ് നേടിയെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല റിസർച്ചിങ് മൈൻഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശ യാത്രയിലോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മാനസികമായി നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള എന്ത് പ്രശ്നം തന്നെയാണെങ്കിലും ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് സമാധാനം കടന്നു വരുന്നതായിട്ടുള്ള ഒരു സ്റ്റേജോ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതായി കാണുന്നുണ്ട്. ഓക്കെ,